ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് ചാനൽ ചെക്ക് ചെയ്തിട്ട് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ടേ ഗൈസ്. കുറേ നാളിന് ശേഷം നമുക്ക് നല്ല ചൂര കിട്ടിയിട്ടുണ്ടായിരുന്നേ, വെള്ളച്ചൂരയായിരുന്നു കേട്ടോ. ആ ചൂര കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് തേങ്ങ വറുത്തരച്ച് മാങ്ങ ഇട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നൊന്നും വെക്കണ്ടെന്ന് വിചാരിച്ചാണ് സാലഡും മുട്ട വറുത്തതും അച്ചാറും ഒക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴാണ് ചേട്ടൻ, നമ്മുടെ മീൻ കൊണ്ടുവരുന്ന ചേട്ടനാണെങ്കിൽ രണ്ട് നല്ല ചൂര കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ അതങ്ങ് നല്ല രീതിയിൽ കറി വെച്ചേക്കാന്ന് വിചാരിച്ചാൽ മീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ കറി വെക്കാതിരിക്കും അല്ലേ. മീൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മലയാളികൾക്ക് അത് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്നും മീനില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു വലിയ നഷ്ടം പോലാണ് ഊണ് സമയത്തെ. അപ്പം നമ്മുടെ വീട്ടിലെ തന്നെ മാങ്ങയാണ് കേട്ടോ അത്. എന്നെപ്പോലാണോ നിങ്ങളൊക്കെ? ഞാനാണെങ്കിൽ ഈ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിൽ വീഡിയോ ഒക്കെ ഏതെങ്കിലും സീരീസോ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടായിരിക്കും ജോലി ചെയ്യുന്നത്. കാര്യം ജോലി ചെയ്യുന്നത് നമ്മൾ അറിയത്തില്ല, സ്പീഡും വരും ജോലിക്ക്. മറ്റേതാണെങ്കിൽ നമുക്ക് ബോറടി പോലെ തോന്നും, ഇതാണെങ്കിൽ സ്പീഡ് നല്ല രീതിയിൽ ജോലി നടക്കും കേട്ടോ. നിങ്ങളാരെല്ലാം ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിങ്ങനെയാണ് മിക്കവാറും ഇവിടെ ജോലി ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ കേൾക്കത്തില്ല, ചെവി ഹെഡ്സെറ്റ് വെച്ചേക്കുന്നതാണ്. അതിന് അമ്മയുടെ നിന്ന് എനിക്ക് വഴക്ക് കിട്ടാറുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ലാതെ നോക്കിയാൽ ജോലി പെട്ടെന്ന് നടക്കുകയും ചെയ്യും. കാര്യം ഞാൻ വീട്ടിലെ ജോലിയൊന്നും ചെയ്യുന്ന ആളല്ലായിരുന്നു കേട്ടോ. ഇവിടെ വന്നതിന് ശേഷമാണ് ജോലിയൊക്കെ ചെയ്യുന്നത്. ഞാൻ വീട്ടിലെ ഫുഡ് കഴിക്കാൻ അമ്മ വിളിക്കുമ്പോൾ കൈ കഴുകി ചെന്നിരിക്കുക, അമ്മ വിളമ്പിക്കൊണ്ട് തരിക, ഞാൻ കഴിക്കുക. എന്നിട്ട് ആ പാത്രം എൻ്റെ അമ്മൂമ്മ കഴിച്ച് തീരുന്നത് ഞാൻ നോക്കിയിരിക്കും. അമ്മൂമ്മ പാത്രം കഴുകാൻ പോകുന്ന സമയത്തും ഞാൻ ഓടിച്ചെല്ലും പാത്രം കൊണ്ട്. അപ്പോൾ അമ്മൂമ്മ എന്ത് പറയും, സ്നേഹമുള്ളത് കൊണ്ട്, മോനെ ഇനി കൊണ്ട് ആ പാത്രം അമ്മൂമ്മ കഴുകിക്കോളാന്ന് പറയും. ആ തക്കം നോക്കി ജീവിച്ച വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഞാനിവിടെ വന്ന് എല്ലാം ചെയ്യാൻ പഠിച്ചു കേട്ടോ. നമുക്ക് ആവശ്യമൊന്നും വേണ്ട, നമ്മളെല്ലാം പഠിക്കും. ഇപ്പോൾ സത്യത്തിൽ എനിക്ക് കുക്കിംഗ് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് ഈ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ കയറുന്നത് ഭയങ്കര ഇഷ്ടമുള്ള. ഇവിടെ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയത്തില്ല, ബാക്കിയെല്ലാം ഞാൻ ചെയ്യും. പക്ഷേ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ മാത്രമല്ല, ആ ജോലി അമ്മയ്ക്കാണ്. പക്ഷേ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എന്നും രാവിലെ ചപ്പാത്തി വേണം. രാവിലെയും വൈകിട്ട് എന്നും ഇവിടെ എല്ലാവർക്കും ചപ്പാത്തി വേണം. ഞങ്ങൾ 5 കിലോ അരിയും 10 കിലോ ആട്ടയാണ് ഗൈസ് മേടിക്കുന്നത്. എല്ലാ വീട്ടിലും നേരെ തിരിച്ചായിരിക്കില്ലേ. ഇത് അതിൻ്റെ ഇടയ്ക്ക് ഇശങ്ങോട്ട് അരത്തി കൊഞ്ചാൻ വന്നിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉള്ളതാണ് കേട്ടോ. അവരിങ്ങനെ ഞാൻ അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടിയും കൊണ്ട് വരും, അല്ലെങ്കിൽ ഇങ്ങനെ അരത്തി കൊഞ്ചാനൊക്കെ വരും. അത് കഴിഞ്ഞിട്ട് ഇതേ എൻ്റെ ട്രൈപോഡ് സ്റ്റാൻഡ് എടുത്തിട്ട് കുലുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതിന് നമ്മുടെ മീൻകുട്ടന്മാരെ എല്ലാം വെട്ടി വൃത്തിയാക്കണമല്ലോ. എനിക്ക് പണ്ട് ഈ ചൂരയൊന്നും പൊളിക്കാൻ പോലും അറിയത്തില്ല, ഒരു മീനും പൊളിക്കാൻ അറിയത്തില്ല. ഇപ്പം ഞാനതിലൊക്കെ എക്സ്പേർട്ടായി. നമ്മൾ ചെയ്യുന്തോറും എക്സ്പേർട്ട് ആകുമെന്ന് അറിയത്തില്ലേ. പണ്ട് എൻ്റെ അമ്മ ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, അമ്മ ഇതൊക്കെ എങ്ങനെ പഠിച്ചു, ഇതൊക്കെ എങ്ങനെ പറ്റുന്നു, ഇതൊന്നും എനിക്കൊരിക്കലും സാധിക്കത്തില്ലെന്ന്. പക്ഷേ ഇപ്പം നമ്മളതെല്ലാം പഠിച്ചില്ലേ. പണ്ട് മീൻ വെട്ടുകാനൊക്കെ അമ്മയെന്ന് പറയുമ്പോൾ എന്തെങ്കിലും മത്തിയോ കുഞ്ഞു മീനൊക്കെ ഒന്ന് വെട്ട് രേഷ്മയെന്ന് പറയുമ്പോൾ ഞാൻ പറയും, അമ്മ എൻ്റെ നഖത്തിൻ്റെ ഇടയ്ക്ക് അഴുക്ക് കയറും, അല്ലെങ്കിൽ കയ്യിൽ വാടയെടുക്കും, അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ലെന്നേ. ഇപ്പം നമ്മളങ്ങനെ പറയുമോ? പറയത്തില്ല. അതാണ് കാലം നമ്മളെ ഓരോന്ന് പഠിപ്പിക്കുമെന്ന് പറയുന്നതല്ലേ. ഇപ്പം നമുക്ക് ഒരു കുഴപ്പമില്ല, മീൻ വെട്ടുന്നതിനോ അടുക്കളയിലെ സിങ്കിനകത്തിട്ട് കൈ ഇളക്കുന്നതിനോ ഒന്നും ഒരു പ്രശ്നമില്ലല്ലേ. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബീൻസ് തോരനും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇശാൻകുട്ടന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തീയലിനല്ല തേങ്ങ വറുത്തെടുക്കണമല്ലോ നമ്മുടെ മീൻ കറിക്ക് വേണ്ടിയിട്ട്. തേങ്ങ വറുത്തരച്ച മീൻ കറിയല്ലേ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തേങ്ങ വറക്കാനായിട്ട് അതേ പാൻ വെച്ചിട്ട് ഞാൻ അപ്പുറത്ത് അടുക്കളയിൽ പോയി എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത് ഫ്രിഡ്ജിൽ തേങ്ങ വറുത്തരപ്പിരിപ്പുണ്ട്. അപ്പോൾ ആ കാര്യം ഞാനത് എടുക്കാനായിട്ട് പോയി നിൽക്കുകയാണ് ഗൈസ്. ഞാൻ അവിടെ ചെന്നിട്ട് അങ്ങ് മറന്നു പോകും. അതാണ് എൻ്റെ അവസ്ഥയെന്ന് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഉപകാരമാണ് കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് മൂപ്പിച്ച് മല്ലിയും മുളകും ഒക്കെ പെരുംജീരകവും ഏലക്കയും കൂടി ഇട്ടിങ്ങ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എളുപ്പമുള്ള പരിപാടിയാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയത്ത് മീൻ കിട്ടിയാലും അല്ല പെട്ടെന്നൊരു തീയൽ വെക്കണമെന്ന് തോന്നിയാലും ഒക്കെ വളരെ എളുപ്പമുള്ള പരിപാടിയാണ് കേട്ടോ. നിങ്ങളും ഇതുപോലെ ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ കുക്കിങ്ങൊക്കെ ഈസിയാകും. പ്രത്യേകിച്ച് ജോലിയുള്ളവരൊക്കെ ആണെങ്കിൽ ഇതുപോലൊക്കെ ചെയ്തു വെച്ചാൽ അവർക്ക് പെട്ടെന്ന് കറികൾ വെക്കുകയും ചെയ്യാം, ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കുകയും ചെയ്യുവേ. ഞാൻ ഇവിടെ മുളക് പൊടി ഇടും, വറ്റൽ മുളക് ഇടും കേട്ടോ. അമ്മയ്ക്ക് നിർബന്ധമാണ്. പച്ചമല്ലി ഉണ്ടെങ്കിൽ അതും അമ്മ ഇടാൻ പറയും. പക്ഷേ പച്ചമല്ലി ഇല്ലാത്തതുകൊണ്ട് ഈ പ്രാവശ്യം വറ്റൽ മുളക് മാത്രം ഇട്ട് മൂപ്പിച്ചു. എന്നിട്ട് ഇത് മൂത്ത് വരുമ്പോൾ ഇച്ചിരി മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ടാൽ മതിയേ. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് തീയൽ വെക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിങ്ങനെയാണ് വെക്കുന്നത്. പലയിടത്തും പല രീതിയിലാണല്ലോ വെക്കുന്നത്. ചിലയിടത്താണെങ്കിൽ ഈ മീനാണെങ്കിൽ പച്ചയ്ക്ക് അരച്ച് വെക്കാറുണ്ട്, ചൂരമീൻ. എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. തിരുവനന്തപുരം ഇഷ്ടമായിട്ട് താമസിക്കുന്നിടത്തൊക്കെ ഇത് മുരിങ്ങയ്ക്കോലും തക്കാളിയൊക്കെ ഇട്ടിട്ട് പച്ചയ്ക്ക് അരച്ച് വെക്കുമെന്ന് പറയുന്നേക്കാം. എനിക്കതിനോട് താല്പര്യമില്ല. ഞാനിങ്ങനെയാണ് വെക്കുന്നത്. ചൂര കൂടുതലും വറുത്ത് തിന്നുന്നതിനാണ് എനിക്ക് താല്പര്യം. വലിയ തലയൊക്കെ ആണെങ്കിൽ അത് മുളക് കറി വെച്ചിട്ട് കപ്പയോടെ കഴിക്കണം. അപാര ടേസ്റ്റ് ആയിരിക്കും അല്ലേ. ഇത് 2 ഏലക്കയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഏലക്ക ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ദൈവമേ ഇത് തീയലിനല്ലല്ലോ മീൻ കറിക്കാണല്ലോ എന്ന്. പിന്നെ ഞാൻ ആ ഏലക്കയെല്ലാം തിരിച്ചെടുത്ത് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ മറന്നുപോയായിരുന്നു ഞാൻ ആ കാര്യം. നമ്മൾ തീയലിനെ വറുത്തരയ്ക്കുന്നത് പോലെ തന്നെ ഏലക്ക ഇട്ടതാണ്. പിന്നാണ് ഞാൻ ഓർത്തത്, അയ്യോ അത് മീൻ കറിക്കാണല്ലോ എന്ന്. പിന്നെ അതെല്ലാം പെറുക്കി മാറ്റിയിട്ട് നമ്മൾ വീണ്ടും നല്ലപോലെ മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഞാനാണെങ്കിൽ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു നമ്മുടെ യൂട്യൂബ് അങ്ങ് സ്റ്റോപ്പ് ചെയ്താലോ എന്നൊക്കെ. പക്ഷേ പിന്നെ ഞാൻ ആലോചിക്കും സ്റ്റോപ്പ് ചെയ്യണോ.
സ്റ്റോപ്പ് ചെയ്യേണ്ടായോ എന്നുള്ള ഡബിൾ മൈൻഡിലാണ്. കാര്യം നമ്മൾ എത്ര വീഡിയോസ് ഇട്ടിട്ട് ഒരു റീച്ചും ഇല്ല, ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് എന്തോ ഒരു വിഷമം പോലെ. ചിലരൊക്കെ ഇടുന്ന ഉടനെ തന്നെ റീച്ച് ആകും, അങ്ങനെ എല്ലാവരുടെയും ഇടുന്ന ഉടനെ തന്നെ റീച്ച് ആകണമെന്ന് നിർബന്ധമില്ലല്ലോ. എൻ്റെ വയറ് കണ്ടോ, എനിക്ക് എന്തുമാത്രം മേൽ വയറാണെന്ന് നോക്കി ഗൈസ്. മിക്കവാറും എല്ലാവർക്കും അടിവയറാണ്, എനിക്കാണെങ്കിൽ മേൽ വയറും. എന്തൊരു വൃത്തിയാണെന്ന് നോക്കി. ഹായ്, എന്ത് ചെയ്യാൻ, മുടിവില്ല വയറും ഉണ്ട്, ആകെപ്പാടെ വൃത്തിയായിട്ട് ഒരു കോലമായി മാറിയിരിക്കുന്നു ഞാൻ. ഈശാനെ പ്രസവിച്ച് എഴുന്നേറ്റ സമയത്ത് എന്തോരം മുടി ഉണ്ടായിരുന്നെന്നറിയാമോ. ഇപ്പം എൻ്റെ മുടിയുടെയൊക്കെ കോലം കണ്ടോ, എനിക്കാണെങ്കിൽ സങ്കടം വരുന്നുണ്ട് കേട്ടോ എൻ്റെ ഈ മുടി കാണുമ്പം. എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇത് പരീക്ഷിക്കാൻ വേണ്ടി ഇനിയും മുടികളൊന്നുമില്ല. എൻ്റെ അമ്മ പറയുന്നത് ഞാൻ പരീക്ഷിച്ച് ഇങ്ങനെ ആയിപ്പോയതാണെന്നാണ്. എനിക്കറിയത്തില്ല ഇനി എന്ത് ചെയ്താൽ ഈ മുടി കിളിക്കും, ഉള്ളു വെക്കുമെന്നൊക്കെ. എനിക്ക് ഒത്തിരി മുടിയൊന്നും വേണ്ട, കുറച്ചുകൂടെ മുടി മതി. പക്ഷേ അത് നല്ല വൃത്തിയായിട്ട് കിടക്കണം. ഇതൊരുമാതിരി കുഴിവല് പോലെ ഉള്ളില്ലാതെ എന്തൊരു വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. അതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. നിങ്ങൾ ആ മണപ്പിച്ച് വെക്കുന്നത് എന്തുവാന്ന് വിചാരിക്കരുത്, ഉലുവാപ്പൊടിയാണ്. ഞാൻ എന്ത് സാധനം എടുത്താലും ആദ്യം ഒന്ന് മണപ്പിച്ച് വെക്കും. ചിലപ്പോൾ തെറ്റിപ്പോയാലൊന്നും വേലൊക്കെ ഇട്ടില്ലേ, ആ അവസ്ഥയൊക്കെ എനിക്ക് വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാനത് മണപ്പിച്ച് നോക്കിയിട്ട് ഇട്ടത്. അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ വല്ല പൊടി എടുത്തിട്ട് നമ്മൾ അത്രയും തേങ്ങ വറുത്തത് വെറുതെ ആയിപ്പോവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങ വറുത്തരച്ച് അത് അരച്ചെടുത്തിട്ട് അത് നേരെ നമ്മൾ ചട്ടിക്കകത്തോട്ട് ഒഴിച്ചിട്ട് അത് ഇളക്കി പുളിയും കൂടി ഇട്ടിട്ട് നമ്മൾ നേരെ അടുപ്പേ വെക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മീൻ വറക്കാനുണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു, വേറെ ഏതാണ്ട് പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു ഗസ്, ഞാൻ മറന്നുപോയി. നല്ല മാങ്ങയും ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇന്ന് മീൻ കറി വെക്കുന്നത്. നമ്മുടെ മാങ്ങ തന്നെ ആയതുകൊണ്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഈ കൊല്ലത്ത് ആദ്യത്തെ മാങ്ങയാണെന്ന് ഞാൻ പറയത്തില്ല, 2-3 പ്രാവശ്യം നമ്മൾ മാങ്ങ എടുത്ത് കറി വെച്ചായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഇന്ന് മീൻ കറി എന്തുമായിരുന്നു ചൂര കിട്ടിയപ്പോൾ വെക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇശാങ്കൂട്ടൻ ഈ മീൻ കറി വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് കുറച്ച് വറക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് മാത്രം വറുത്താൽ പോരാല്ലോ, നമുക്കും ഇല്ലേ ടേസ്റ്റും കൊതിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്കും ഇല്ല ടേസ്റ്റും കൊതിയും, നമുക്കും ഇല്ലേ കൊതി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഞാൻ നമുക്കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കറി വെച്ച് ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ സ്പെഷ്യൽ കറികളൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ ആരെങ്കിലും കൂട്ടും, അല്ലെങ്കിൽ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ മീൻ കറിയോടെ. എല്ലാവർക്കും മീൻ വറുത്തതും മോരും മെഴുക്കുവരട്ടിയൊക്കെയാണ് ഇഷ്ടം. അതൊന്നും എപ്പോഴും കഴിച്ചുകൂടാന്നറിയാം, പക്ഷേ എങ്കിലും എല്ലാവർക്കും ആ കഴിക്കാത്ത മീൻസ് നമുക്ക് കഴിക്കേണ്ടാത്ത സാധനമാണല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടം വരുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും. നമുക്ക് മീൻ വറുത്തത്, മോര്, സാലഡ് ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോറ് കഴിക്കാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് പാത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ ഉപ്പ് പാത്രത്തിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ പലരും അത് കാണുമ്പോൾ വിചാരിക്കുന്നത് എന്താ ഇങ്ങനെയെന്ന്. നമുക്ക് ഈ എന്താണ് ഭരണിയുടെ അടപ്പെടുക്കുമ്പോൾ മിക്കവാറും എപ്പോഴും ഇവിടെ താഴെ പോകാറുണ്ട്. അതിന് അമ്മ കണ്ടുപിടിച്ച ഒരു ഐഡിയ ആണ്. അങ്ങനത്തെ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ അടപ്പ് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് എപ്പോഴും താഴെ പോകത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഭരണി ഉണ്ടായിരുന്നു, അത് എൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും അതിൻ്റെ അടപ്പ് താഴെ പോയിട്ട് അത് നശിച്ചു പോകുമായിരുന്നു. അപ്പോൾ അമ്മ ഇത് നമ്മുടെ ബ്രെഡിൻ്റെ കവറില്ല, ആ കവർ എടുത്തിട്ട് നല്ലപോലെ കഴുകി ഉണക്കിയിട്ട് അത് ഇതിൽ വെച്ച് ഇങ്ങനെ റബ്ബർ ബാൻഡ് വെച്ച് കെട്ടി കഴിഞ്ഞാൽ നമുക്കത് എടുക്കാനും വെക്കാനും ഒക്കെ എളുപ്പമാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇശാങ്കൂട്ടൻ്റെ ദാൽ കറിയും കൂടെ റെഡി ആവുന്നുണ്ട്. അവനൊന്നും ഒഴിച്ചു കൂട്ടാനില്ലാത്തതുകൊണ്ട് ദാൽ കറി വെച്ചായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ദാൽ കറിയും റെഡി ആവുന്നുണ്ട്. പിന്നെ ഇനി മീൻ വറക്കാനുണ്ട്, അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജോലി തീർന്നു കേട്ടോ. മീൻ വറക്കാനായിട്ട് നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടിയും ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ മുളക് പൊടി, നമ്മളെല്ലാവരും വറക്കാറുള്ളതുള്ള കുരുമുളക് പൊടി, ഇച്ചിരി വെളിച്ചെണ്ണയും ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ തിരുമിയിട്ട് ഇശാങ്കൂട്ടനുള്ളത് മാറ്റി വെച്ചിട്ട് പിന്നെ കുറച്ച് എക്സ്ട്രാ കുരുമുളക് പൊടിയും മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യും കേട്ടോ. കാര്യം അവൻ എരിവ് കുറച്ച് മതിയല്ലോ, അവൻ എന്തെങ്കിലും കാരണം നോക്കിയിരിക്കുകയാണ് ഫുഡ് കഴിക്കാതിരിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അവനുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്കുള്ളതിനകത്തോട്ട് കുറച്ചുകൂടി എരിവ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ വറക്കുന്നത്. ഈ എന്താ പറയണ്ടേ, പിള്ളേരുള്ള വീട്ടിലെല്ലാം ഈരൻ്റെ പാചകം ചെയ്യണമെന്ന് പറയുന്നില്ല, അവരുടെ ഇഷ്ടത്തിനൊന്ന് ചെയ്യണം, നമ്മുടെ ഇഷ്ടത്തിനൊന്ന് ചെയ്യണം അല്ലേ. അല്ലെങ്കിൽ പിള്ളേരെന്താണ് പറയേണ്ടത്, അവർ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാരണങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്. ഇച്ചിരി വെളിച്ചെണ്ണ കൂടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മീൻ വറക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ അത് ഇച്ചിരി കുറച്ചാണ് ഒഴിച്ചത്. കാര്യം ഇച്ചിരി വെളിച്ചെണ്ണ അതിനകത്ത് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അതിടയ്ക്കൊക്കെ സംഭവിക്കാമല്ലോ അല്ലേ. അതുകൊണ്ട് കൂടുതലും മീൻ ഞാൻ വറക്കാനാണ് കേട്ടോ എടുത്തത്. കാര്യം ഇത് രണ്ടായിട്ട് ഭാഗിക്കണം. ഇശാങ്കൂട്ടൻ 2 ദിവസത്തേക്ക് മാറ്റി വെക്കണം, പിന്നെ നമുക്കുള്ളതും വറക്കാൻ എടുക്കണം. അവനാണെങ്കിൽ വറുത്ത മീനാണ് ഇഷ്ടം, നമുക്കാണെങ്കിലും വറുത്ത മീനാണ് ഇഷ്ടം. അവനെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അവനുള്ളത് കുറച്ച് ഞാനങ്ങ് കൈയോടെ തന്നെ മാറ്റി ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. കാര്യം ഓരോ ദിവസത്തേക്ക് എടുത്തെടുത്ത് വറുത്താൽ മതിയല്ലോ. അവന് എന്നും മീൻ വേണം, എന്നും രാവിലെ വൈകിട്ട് മീൻ വേണം. അവൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് മീൻ വറുത്തത്. മോര്, എന്തെങ്കിലും തോരനുണ്ടെങ്കിൽ അവൻ്റെ ഊണ് കുശാല കേട്ടോ. അതെ, നമ്മൾ കുറച്ചുകൂടെ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്കുള്ള ഐറ്റം വറക്കാനായിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ അമ്മയ്ക്ക് നല്ലതായിട്ട് എരിവൊക്കെ വേണം മീൻ വറക്കുന്നതിന്. അപ്പോൾ എന്നോട് എപ്പോഴും പറയുന്നത് രശ്മി ഇശാങ്കൂട്ടനുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കിക്ക് അത്തിച്ചിരി കുരുമുളക് അധികം ഇട്ടേക്കണേ എന്ന് എപ്പോഴും അമ്മ മീൻ വറക്കാൻ എടുക്കുമ്പോൾ എന്നെ ഓർമ്മിപ്പിക്കാറുണ്ട്. എന്നാൽ ചൂരയൊക്കെ ഇച്ചിരി നല്ല എരിവോടെയും കുരുമുളക് പൊടിയോടെയൊക്കെ കഴിച്ചില്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഇല്ലല്ലേ.
അപ്പം നിങ്ങൾ പറയണം ഞാൻ ഇനി മുതൽ വീഡിയോസൊക്കെ ഇടണോ, ഇനി മുതൽ വീഡിയോസൊക്കെ ഇടണ്ടായോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. സത്യം ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കണമെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കണം അല്ലേ. നമ്മൾ കറക്റ്റായിട്ട് വീഡിയോസൊക്കെ അപ്ഡേറ്റ് ചെയ്യണം, വീഡിയോസൊക്കെ ഇടണം. എനിക്ക് ചില സമയത്തൊക്കെ അതിന് പറ്റാറില്ല കേട്ടോ. മിക്കവാറും മോൻ്റെ അസുഖങ്ങൾ, പനി കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും എനിക്കതിന് പറ്റാത്തത്. അപ്പോൾ എന്താ പറയേണ്ടത്, നമുക്കത് കറക്റ്റായിട്ട് ഇട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ വ്യൂസ് കുറയും, സബ്സ്ക്രൈബേഴ്സ് കുറയും. അങ്ങനെയൊക്കെയാണ് നമുക്ക് പറ്റുന്നത്. നമുക്കത് എന്തോ കാര്യങ്ങൾ കൊണ്ട് ഇടാൻ പറ്റുന്നില്ല. പക്ഷെ ഒത്തിരിയും പേരുണ്ട് കേട്ടോ ജെന്യുവനായിട്ട് അവരിതൊരു ജോലിയായിട്ട് തന്നെ കണ്ട് കറക്റ്റായിട്ട് വീഡിയോസ് എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇത് നല്ല പാടുള്ള ജോലിയാണ്. പലരും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ചുമ്മാതെ കാശ് കിട്ടുന്നതല്ലേ എന്ന്, നല്ലപോലെ ഏണിങ്സൊക്കെ ഉള്ള ചാനലുകാരോട് പറയുന്നു. പക്ഷേ ശരിക്കും അവർ ഉറക്കം ഉളച്ച് കഷ്ടപ്പെട്ടിട്ടാണ് അവർക്ക്, നമ്മൾ ഓഫീസിൽ പോയി ജോലി ചെയ്യുന്ന പോലെ തന്നെയാണ് അവർ വീട്ടിലിരുന്ന് ഇതിനു വേണ്ടി ജോലി ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഭർത്താവിൻ്റെ മക്കളുടെയും കൂടെ താമസിക്കാം, അവർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാം, അങ്ങനെ ഒരു കാര്യമുണ്ട്. അതല്ലാതെ ഞാൻ നോക്കിയാൽ അവർ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഇൻകം വാങ്ങിക്കുന്നത്. ഒരു പ്രൊമോഷൻ ചെയ്യണമെങ്കിൽ പോലും അവരെന്തെല്ലാം ആദ്യം അതിനു വേണ്ടി സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം, പിന്നെ അതനുസരിച്ച് അഭിനയിക്കണം. പ്രത്യേകിച്ച് മക്കളും ഒക്കെ ഉള്ളവരാണെങ്കിൽ, കൂടുതലും യൂട്യൂബേഴ്സ് എല്ലാം കൊച്ചു മക്കളൊക്കെ ഉള്ളവരാണ്. അവരൊക്കെ അവരെ ഇട്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ അവരുടെ വീട്ടിലെ സപ്പോർട്ട് ബിഗ് സപ്പോർട്ടാണ്. ഹസ്ബൻഡും മറ്റുള്ളവരൊക്കെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കേട്ടോ. എനിക്കും വിഷ്ണുവേട്ടൻ വീഡിയോ ഇടുന്നതിനോ ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ വിഷ്ണുവേട്ടൻ മറന്നു പോകാറുണ്ട് പലപ്പോഴും, വെളിയിൽ ഇറങ്ങുമ്പോൾ വീഡിയോ എടുത്തു തരുന്ന കാര്യവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, ഞാൻ തന്നെയാണ് വീഡിയോ ഇടുന്നത്, വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ അതാണ് ഈ കുക്കിംഗ് വീഡിയോസിൽ മാത്രം കൂടുതലും എന്നെ കാണുന്നത്. വെളിയിലൊക്കെ പോകുന്ന വീഡിയോസിൽ എന്നെ കാണാത്ത എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ തന്നെയാണല്ലോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ എന്നെ കാണാൻ പറ്റും? എനിക്ക് ഈ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ എണ്ണയൊക്കെ തെറിച്ച് വരുന്നത് ഭയങ്കര അലർജി ഉള്ള കാര്യമാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ ഇതെല്ലാം വൃത്തിയാക്കി ഇടയ്ക്കൊക്കെ എനിക്കിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കണം. മിക്കവാറും എൻ്റെ കൈകൾ പൊള്ളാറുണ്ട് കേട്ടോ, സൈഡിലൊക്കെ ഇട്ടിട്ട് പാത്രത്തിലൊക്കെ മുട്ടിയിട്ട്. പക്ഷേ എന്നാലും ഞാനതിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുക. എനിക്കത് ഭയങ്കര അലർജിയുള്ള കാര്യമാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വറക്കാനുള്ള മീൻ കുറച്ചെടുത്തിട്ട് ബാക്കി ഈ ഫ്രിഡ്ജിലങ്ങ് വെക്കുകയാണ് കേട്ടോ. ഇത്രയും മീൻ നമുക്ക് വേണ്ടല്ലോ, ഞാനും അമ്മയും ഇഷ്ടമായിട്ടും മാത്രമല്ല. അപ്പം അതുകൊണ്ട് കുറച്ച് മീൻ എടുത്തിട്ട് ബാക്കി അങ്ങ് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ബാക്കി നമുക്ക് നാളെ എടുക്കാമല്ലോ. ഇവിടെ എല്ലാവർക്കും ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം മതി ചോറ്. അപ്പോൾ നമുക്ക് ഒരു നേരത്തേക്കുള്ള കറി മാത്രം മതി കേട്ടോ. വൈകുന്നേരം ചപ്പാത്തി, രാവിലെയും ചപ്പാത്തി. ഇവിടെ 5 കിലോ അരിയും 10 കിലോ ആട്ടയാണ് ഗൈസ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.